അസ്സലാമലൈക്കും. എല്ലാവർക്കും സോൾവ് ആൻഡ് സൊല്യൂഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് തുടങ്ങുകയാണ്. നമ്മുടെ 8th സ്റ്റാൻഡേർഡിലെ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഇക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ ഏകദേശം കുറച്ച് പ്രോബ്ലംസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മള് ഐസോസിലസ് ആൻഡ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഐസോസിലസ് ട്രയാങ്കിൾ ആൻഡ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ട്രയാങ്കിൾസിൽ ഐസോസിലസും ഇക്വിലേറ്ററലും. അപ്പൊ ആദ്യം എന്താണ് ഐസോസിലസ്, എന്താണ് ഇക്വിലേറ്ററൽ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തരാം. ആദ്യം എന്താണ് ഐസോസിലസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടു സൈഡ്സ് ഈക്വൽ ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനിപ്പോ ഈ രണ്ട് സൈഡാണ് ഈക്വൽ എന്ന് കൺസിഡർ ചെയ്യുന്നു. ഒപ്പം ടു ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. ടു ആംഗിൾസ് എന്ന് പറയുമ്പോ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് രണ്ട് സൈഡാണോ ഈക്വൽ ആയിട്ടുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കും ഈക്വൽ ആവുന്നത്. അതായത് ഇവിടെ ഇപ്പൊ ഞാൻ എ ബി സി എന്ന് നെയിമിംഗ് ചെയ്യുമ്പോൾ ഇവിടെ എ ബി ഇസ് ഈക്വൽ ടു എ സി ആണ് അല്ലെ? എ ബി ഇസ് ഈക്വൽ ടു എ സി ആണ്. അങ്ങനെ ആവുമ്പോ എ ബി എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ സി ആണ് അല്ലേ? ദാറ്റ് ഈസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു എ സി എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ ബി ആണ്. ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി. അപ്പൊ എന്താണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോ ടു സൈഡ്സ് ഈക്വൽ ആയിരിക്കും ആൻഡ് ഓൾസോ ടു ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. എങ്ങനെയുള്ള ആംഗിൾസ്? ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ആയിരിക്കും ഈക്വൽ. ഇവിടെ എ ബിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ സി ആണ്, എ സിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ബി ആണ്. therefore ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ആണ്. ഇതാണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ? അതിന്റെ പേര് തന്നെ പറയുന്നുണ്ട് അല്ലെ, ഈക്വൽ. അങ്ങനെ ആവുമ്പോ all three sides are equal. അങ്ങനെ ആവുമ്പോ നോക്കിയേ, ഇവിടെ ഞാൻ നെയിമിംഗ് ചെയ്യാണ് എ ബി ആൻഡ് സി. ഇവിടെ എ ബി ഇസ് ഈക്വൽ ടു എ സി ഇസ് ഈക്വൽ ടു ബി സി. മൂന്ന് സൈഡും ഈക്വൽ ആണ്. 3 sides are equal. ഓക്കെ. ഇനി ആംഗിൾസിന്റെ കേസ് എടുക്കുമ്പോഴോ മൂന്ന് സൈഡ്സും ഈക്വൽ ആണെങ്കിൽ മൂന്ന് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഇസ് എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? എ ബി എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ സി ആണ്. ആംഗിൾ സി ഇസ് ഈക്വൽ ടു എ സി എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ബി ആണ്. ആൻഡ് ബി സി എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഇത് ഈ ആംഗിൾ ആണ്. ദാറ്റ് ഈസ് ആംഗിൾ എ. therefore ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി. ദാറ്റ് ഈസ് ഓൾ ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ ആർ ഈക്വൽ. ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ കാര്യം പറയുമ്പോൾ പറയാനുണ്ട്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു എല്ലാ ആംഗിൾസും എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആംഗിൾസിന്റെ കേസ് എടുക്കുമ്പോൾ നമുക്കറിയാം ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾസ് എത്രയാ വരിക? ടോട്ടൽ സം ഓഫ് ആംഗിൾ എന്താ? 180 ഡിഗ്രി ആണ് അല്ലെ? അങ്ങനെ ആവുമ്പോ മൂന്നും ഈക്വൽ ആണ്, മൂന്ന് ആംഗിൾസും ഈക്വൽ ആണ് എന്ന് പറയുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആംഗിൾ എത്രയാന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പറ്റില്ലേ? നമുക്കറിയാം 180 ഡിഗ്രി ആണ് ഒരു ആംഗിളിന്റെ ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്. 180 ഡിഗ്രി ആവുമ്പോ അതിന് 3 ആംഗിൾസ് ആണ് അല്ലെ? 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60 ഡിഗ്രി കിട്ടില്ലേ? 60 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എപ്പോഴും ഇക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. എത്രയാണ്? 60 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഐസോസിലസ് ആൻഡ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മള് പേജ് നമ്പർ 26 എക്സസൈസിലുള്ള പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സം ഐസോസിലസ് ട്രയാങ്കിൾസ് ആർ ഡ്രോൺ ബിലോ. ഇൻ ഈച്ച് വൺ ആംഗിൾ ഈസ് ഗിവൺ, ഫൈൻഡ് ദ അതർ ആംഗിൾസ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു 4 ട്രയാങ്കിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. അത് എന്ത് ട്രയാങ്കിൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട്? ഐസോസിലസ് ട്രയാങ്കിൾസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയാണ് അതിലെ ഓരോ ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്, ബാക്കിയുള്ള ആംഗിളുകളെ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് തന്നിട്ടുള്ള ക്ലൂ എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇനി നോക്കാം. ഇവിടെ ഫസ്റ്റ് 4 ട്രയാങ്കിൾസ് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കിയേ, 30 ഡിഗ്രിയാണ് ഒരു ആംഗിൾ തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നെയിം ചെയ്യാം.
ആസ് യൂഷ്വൽ എ ബി സി എന്ന് തന്നെ നെയിമിങ് ചെയ്യുന്നു. ഇവിടെ നോക്കിയേ, ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം എ ബി ഈസ് ഈക്വൽ ടു എ സി ആണ് അല്ലെ. എ ബി ഈസ് ഈക്വൽ ടു എ സി ആണ്. അങ്ങനെ ആവുമ്പോ നമുക്ക് എന്തായിരിക്കും, എ ബി എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും എ സി എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. Therefore, this is also angle C is also 30 ഡിഗ്രി. അപ്പൊ ആംഗിൾ സി എന്ന് പറയുന്നത് എത്ര കിട്ടി, 30 ഡിഗ്രി. കാരണം എന്താ, ആംഗിൾ ബി is equal to angle C because this is an isosceles triangle. Then next 40 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇതുപോലെ തന്നെ എ ബി സി എന്ന് കൊടുക്കുകയാണ്. ഇവിടെ നോക്കിയേ, ഏത് സൈഡ് നമ്മൾ ഈക്വൽ ആയി നമുക്ക് തോന്നുന്നത്, ഇവിടെ നമുക്ക് എ ബിയും എ സിയും ആണ് ഈക്വൽ ആയിട്ട് തോന്നുന്നത് അല്ലെ. പക്ഷെ ഇതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് എന്താണ് ഇതിലുള്ളത്, നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നത് വൺ ഓഫ് ദ ആംഗിൾ, നമ്മളെ എ ബി ഈസ് ഈക്വൽ ടു എ സി എന്ന് പറയുന്നതിൽ എ ബിയുടെ ആംഗിൾ ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. സോറി, എ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് മുകളിലുള്ള ആംഗിൾ ആണ്, ഇത് രണ്ടും അല്ല തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെയും എങ്ങനെ തന്നെയാ വരിക, എ ബി ഈസ് ഈക്വൽ ടു എ സി തന്നെയാണ്. എളുപ്പമാണിത്. എ ബി ഈക്വൽ ടു എ സി ആണ്. അങ്ങനെ ആവുമ്പോ ഈ രണ്ട് ആംഗിൾസ് ആണ് ഈക്വൽ ആയിട്ട് വരിക അല്ലെ. നമുക്കറിയാം ടോട്ടൽ 180 ഡിഗ്രി ആണ് അല്ലെ. 180 ഡിഗ്രിയിൽ നിന്നും ഈ 40 ഡിഗ്രി പോയി കഴിഞ്ഞാൽ, മുകളിലുള്ള 40 ഡിഗ്രി പോയി കഴിഞ്ഞാൽ ബാക്കി 140 ഡിഗ്രിയാ വരുന്നത്. ആ 140 ഡിഗ്രി ഈക്വൽ ആയിരിക്കും ഇതിനും ഇതിനും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, 140 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 70 ഡിഗ്രി കിട്ടും. അപ്പോ രണ്ടിനും 70 ഡിഗ്രി ആണ്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 7 7 14, 14 പ്ലസ് 4 18. അപ്പൊ എന്തായി, 180 ഡിഗ്രി ആയി. നെക്സ്റ്റ് ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഞാൻ നെയിമിംഗ് ചെയ്യാണ് എ ബി സി. ഇവിടെ നോക്കുക, സിമിലർ ആയി തോന്നുന്നത് ഏതാണ്, എ ബി ഈക്വൽ ടു എ സി തന്നെയാണ്. എല്ലായ്പ്പോഴും എ ബി ഈക്വൽ ടു എ സി എന്നൊന്നും വരില്ല. കാരണം ഇവിടെ ഞാൻ നെയിമിംഗ് ചെയ്യുന്നത് ആ രീതിയിലായതുകൊണ്ടാണ് കേട്ടോ. എ ബി ഈക്വൽ ടു എ സി. അങ്ങനെ ആവുമ്പോ ഇതിന് സിമിലർ ആയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിരിക്കുന്നത്. കാരണം ഇവിടെയാണ് 20 ഡിഗ്രി തന്നിരിക്കുന്നത്. നമുക്ക് കിട്ടേണ്ടത് ഇത് ഇവിടെയും ഇവിടെയാണ്. അപ്പൊ ഇതുപോലെ തന്നെ 180 ഡിഗ്രിയിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യുന്നു, 180 ഡിഗ്രിയിൽ നിന്നും ഇവിടെ തന്നിട്ടുള്ള 20 ഡിഗ്രി നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 160 ഡിഗ്രി. ഇനി രണ്ട് ആംഗിൾ കിട്ടണമെങ്കിൽ ഡിവൈഡഡ് ബൈ 2 ചെയ്യാ. ദാറ്റ് ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി. നോക്കിയേ, ഇവിടെയും 80 ഡിഗ്രി കിട്ടുന്നു, ഇവിടെയും 80 ഡിഗ്രി കിട്ടുന്നു. 80 പ്ലസ് 20 180 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, എ ബി സി ഇവിടെ ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ കാണുമ്പോ എന്താ തോന്നുന്നത്, ഏത് രണ്ട് ആംഗിൾസ് ആണ് ഈക്വൽ ആയിട്ട് വരാൻ സാധ്യത കൂടുതലുള്ളത്, ഏതാണ്, എ ബി. ഇവിടെ ബി സി ഇസ് ഈക്വൽ ടു എ ബി, എ ബി ഇസ് ഈക്വൽ ടു ബി സി വരും. എ ബി ഇസ് ഈക്വൽ ടു ബി സി ആണ്. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാ, 180 നിന്നും 100 മൈനസ് ചെയ്യാ. 180 നിന്നും 100 മൈനസ് കഴിഞ്ഞാൽ 80 വരുന്നു. അതിന് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 40 ഡിഗ്രി കിട്ടും. 40 ഡിഗ്രി ഈച്ച്. ക്ലിയർ അല്ലേ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ. One angle of an isosceles triangle is 90 degree. What are the other two angles? ഒരു ആംഗിള് 90 ഡിഗ്രി ആണ്. തേർഡ് ക്വസ്റ്റ്യനും സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ആംഗിള് 60 ഡിഗ്രി, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഒരു ആംഗിള് 90 ഡിഗ്രി എന്നും തന്നിരിക്കുന്നു. 90 ഡിഗ്രി ആവുമ്പോ 180, ബാക്കി എത്രയുണ്ട് ഇനി ആംഗിള്, 90 ഡിഗ്രി കൂടിയാണ് ബാലൻസ് ഉള്ളത്. ഐസോസ്ലെസ് ട്രയാംഗിൾ ആയതുകൊണ്ട് ബാക്കി രണ്ട് ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ 90 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി. സിമിലർലി എങ്ങനെ ചെയ്യാം, 60 180യിൽ നിന്നും 60 മൈനസ് ചെയ്യാ. അപ്പം 60 കിട്ടും, സോറി 120 കിട്ടും. 120 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ, 60 ആയതുകൊണ്ട് നമുക്ക് പറയാം 3 60 ആയിരിക്കും അല്ലെ. 3 ആംഗിൾ 60 ആയിരിക്കും, കാരണം ഇത് ഇക്വിലേറ്ററൽ ട്രയാംഗിൾ കൂടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? Then fourth question. Moving on to the fourth question. In the figure below, O is the center of the circle and A, B are the points on the circle, and compute angle A and angle B. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗറിൽ എന്താ തന്നിരിക്കുന്നത്, O എന്ന് പറയുന്നത് സെന്റർ ഓഫ് ദ സർക്കിൾ ആണ്, ആൻഡ് എയും ബിയും സർക്കിളിലെ പോയിന്റ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എയും ബിയും സർക്കിളിലെ പോയിന്റ്സ് ആവുമ്പോ എന്താണ് OAയും OBയും, എന്താണ് OAയും OBയും
റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണല്ലേ, സർക്കിളിന്റെ റേഡിയസ് ആണ്. സർക്കിളിന്റെ റേഡിയസ് അറിയാം, സർക്കിളിന്റെ ഏതൊരു പോയിന്റിലേക്കും സെന്ററിൽ നിന്നും ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അത് റേഡിയസ് ആണ്. അങ്ങനെ ആവുമ്പോ ഒ എയും ഒ ബിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒ എ ഇസ് ഈക്വൽ ടു ഒ ബി ആണല്ലോ. കാരണം എന്താണ്? റേഡിയസ് ഓഫ് ദ സർക്കിൾ, സർക്കിളിന്റെ റേഡിയസ് ആണ്. അതുകൊണ്ട് തന്നെ ഒ എ ഈക്വൽ ടു ഒ ബി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ കൺസിഡർ ചെയ്യാം? ട്രയാങ്കിൾ ഒ എ ബി എന്താണ്? ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് പറയാം. പറഞ്ഞൂടെ? ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അങ്ങനെ ആവുമ്പോ ഒ എ ഈക്വൽ ടു ഒ ബി ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒ എ എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ ബി ആണ്. ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഒ ബി എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ എ ആണ്. ആണല്ലോ. ഇത്രയും മനസ്സിലാക്കി. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആംഗിൾ ബിയും ആംഗിൾ എയും തമ്മിൽ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനല്ല, ആംഗിൾ എയും ആംഗിൾ ബിയുടെയും വാല്യൂസ്, മെഷർമെന്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ഹിന്റ് ആയിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സെന്റർ ഒ എന്ന് പറയുന്നതിന്റെ ആംഗിൾ എത്രയും തന്നിട്ടുണ്ട്? 60 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണല്ലോ, 60 ഡിഗ്രി ആണ്. ഇനി നോക്കിയേ, അങ്ങനെ ആവുമ്പോ ബാക്കി നമുക്ക് കമ്പ്യൂട്ട് ചെയ്തൂടെ? ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എങ്ങനെയാ കാണുക? എങ്ങനെ കാണാം നമുക്ക്? 180യിൽ നിന്നും 60 മൈനസ് ചെയ്താൽ മതി അല്ലെ. അങ്ങനെ ആവുമ്പോ ഇവിടെ എത്ര കിട്ടും? 120. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയ സ്ഥിതിക്ക് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? 120 ഡിവൈഡഡ് ബൈ 2 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇവിടെയും 60 ഡിഗ്രി, ഇവിടെയും 60 ഡിഗ്രി, ഇവിടെയും 60 ഡിഗ്രി. അപ്പൊ ഇത് ഐസോസിലസ് ട്രയാങ്കിൾ മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ ആൻ ഒ എ ബി ട്രയാങ്കിൾ. ഒ എ ബി ഇസ് ഓൾസോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇൻ ദ ഫിഗർ ബിലോ O is the center of the circle and A, B, C are points on the circle. What are the angles of triangle ABC? എന്താണ് ക്വസ്റ്റ്യൻ? നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അതില് നേരത്തെ പോലെ തന്നെ ഒരു O എന്ന് പറയുന്നതാണ് ഇതിന്റെ സെന്റർ എന്ന് പറഞ്ഞിരിക്കുന്നു. നേരത്തെ B 2 പോയിന്റ്സ് ഉള്ളൂ എങ്കിൽ ഇപ്പോൾ 3 പോയിന്റ്സ് സർക്കിളിലെ പോയിന്റ്സ് ആണെന്നും പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിലൊരു ട്രയാങ്കിൾ കാണുന്നില്ലേ? എ ബി സി 3 പോയിന്റ്സ് കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. ആ ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കുക. വാട്ട് ആർ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്നാണ് ക്വസ്റ്റ്യൻ. കണ്ടുപിടിക്കാം, എളുപ്പമാണ്. ഇപ്പൊ നമ്മൾ പഠിച്ച ഐസോസിലസ് ട്രയാങ്കിളിന്റെ ലോജിക് വെച്ച് നോക്കുമ്പോൾ എളുപ്പമാണ് ചെയ്യാനായിട്ട്. കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ തോന്നും, എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കിയേ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒ എയും ഒ ബിയും ഒ സിയും ഇവിടെ എന്താണ്? റേഡിയസ് ആണ്. റേഡിയസ് ഓഫ് ദ സർക്കിൾ അല്ലേ? ആദ്യം ആ കാര്യം മനസ്സിലാക്കി വെക്കുക. ഒ ബിയും ഒ സിയും ഒ എയും ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് വരുന്നു. സർക്കിൾ ആയിട്ടൊന്നും തോന്നുന്നുണ്ടാവില്ല. ഓക്കെ, സർക്കിൾ ആണ് കേട്ടോ. അപ്പം ഒ എ ഈക്വൽ ടു ഒ ബി ഈക്വൽ ടു ഒ സി ആണ്. കാരണം എന്താണ്? റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. ഇനി ഇവിടെ നോക്കിയേ, നമ്മളിപ്പോ ഒരു ട്രയാങ്കിൾ ഇവിടെ കൺസിഡർ ചെയ്യാണ്. എ ഒ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന വിചാരിക്കും. ഈ ഫസ്റ്റ് കേട്ടോ, എ ഒ ബി എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആംഗിൾ നമുക്ക് 120 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിൾ ഒന്ന് നോക്കി നോക്കിയേ, അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ? കാരണം 2 സൈഡ്സ് ഈക്വൽ ആണ്. ഒ എയും ഒ ബിയും ഈക്വൽ ആണ്. നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിന്റെ ഒരു പാർട്ട്, ആ ഒരു ഭാഗം തന്നെ. അങ്ങനത്തെ 3 പ്രോബ്ലംസ് ആ കൂടി ചേരുന്നത് ഇവിടെ. നോക്കിയേ, അതിലൊരു ട്രയാങ്കിൾ എയും ബിയും ഒരു പോയിന്റ് ആണ്. ഒ എന്ന് പറയുന്നത് സെന്റർ ആണ്. ഇവിടുത്തെ ആംഗിൾ നമുക്ക് 60 ഡിഗ്രി ആയിരുന്നു നേരത്തെ തന്നിട്ടുള്ളത്. ഇവിടെ 120 ഡിഗ്രി ആണ്. കൺസിഡർ ട്രയാങ്കിൾ എ ഒ ബി എന്ന് എഴുതാം. ട്രയാങ്കിൾ എ ഒ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. അപ്പൊ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് എന്താണ്? ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലെ? അങ്ങനെയാകുമ്പോ നമുക്കറിയാം ഒ എ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഒ ബി ആണ്. ഒ എ ഇസ് ഈക്വൽ ടു ഒ ബി ആണ്. ഒ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ ബി എന്ന് എഴുതാൻ പറ്റില്ല. നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ ബി ഒ എന്ന് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് ഒ എ എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ആംഗിൾ എ ബി ഒ. ആംഗിൾ എ ബി ഒ ഇസ് ഈക്വൽ ടു എന്താണ്? ആംഗിൾ ഇനി ഏതാ? ഈ ഒരു സൈഡ് ഒ ബി എന്ന് പറയുന്ന സൈഡിന് ആംഗിൾ ആയിട്ടുള്ളത്, ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഇത്.
ആംഗിൾ ഒ എ ബി, ആംഗിൾ ഒ എ ബി ഈക്വൽ ആണ്, ആണല്ലോ. കാരണം ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇനി നമുക്കറിയാം ആംഗിൾ ഒ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ എ ബി ഒ ഇസ് ഈക്വൽ ടു ആംഗിൾ ഒ എ ബി ആണ്. അവിടെ 180 ഡിഗ്രിയിൽ നിന്നും ഈ 120 ഡിഗ്രി മൈനസ് ചെയ്യാം. 120 ഡിഗ്രി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? എത്രയാണുള്ളത്? 60. ഓക്കെ, 60 ആണ്. ഇനി ഇവിടെ നോക്കിയേ, 60 ഡിഗ്രി എന്ന് പറയുമ്പോ ഇത് രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്തിട്ടുള്ള ആംഗിൾ ആണ്. ദെൻ 60 ഡിവൈഡഡ് ബൈ 2 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഓരോ ആംഗിളും കിട്ടുക. കാരണം ഇതിന് ഈ രണ്ട് ആംഗിളും സം ചെയ്താലാണ് 60 ഡിഗ്രി. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്കറിയാം ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട്. അപ്പം ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി കിട്ടി, ഈ ആംഗിളും 30 ഡിഗ്രി കിട്ടി. കിട്ടിയില്ലേ? സിമിലർലി നമ്മൾ എന്ത് ചെയ്യാ? ട്രയാങ്കിൾ എ ഒ സിനെ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ എ ഒ സിനെ കൺസിഡർ ചെയ്താല് ഇതേ രീതിയിൽ തന്നെ അവയും ആ ഒരു ട്രയാങ്കിളും എന്ത് തന്നെയാണ്? ഐസോസിലസ് ട്രയാങ്കിൾ തന്നെയാണ്. ഐസോസിലസ് ട്രയാങ്കിൾ തന്നെയാണ്. അപ്പം ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഒ എ ഇസ് ഈക്വൽ ടു ഒ സി ആണെന്ന് എഴുതാം. അങ്ങനെ ആവുമ്പോ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ത് വരും? ആംഗിൾ ഒ എ സി, ആംഗിൾ ഒ എ സി ഇസ് ഈക്വൽ ടു എന്താണ് വരും? ആംഗിൾ ഒ സി എ. ഒ സി എ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും 120 ഡിഗ്രി, അപ്പൊ ബാക്കി 60 ഡിഗ്രി ആണ്. 30 ഡിഗ്രി ഈച്ച്. ഓരോ ആംഗിളും 30 ഡിഗ്രി കിട്ടി. കിട്ടിയില്ലേ? ഇനി കൺസിഡർ ചെയ്യാനുള്ളത് ട്രയാങ്കിൾ ഒ ബി സി ആണ്. ഓക്കെ, സോറി, ട്രയാങ്കിൾ ഒ ബി സി കൺസിഡർ ചെയ്യുമ്പോ ഇവിടെ നമുക്ക് ഈ ഒരു ആംഗിൾ അറിയില്ലല്ലോ. പക്ഷെ സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ് വരിക? 360 ഡിഗ്രി ആണ് അല്ലെ? ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി ആണ്. 130 ഡിഗ്രി ഇവിടെ ഉണ്ട്, 120 ഡിഗ്രി ഇവിടെ ഉണ്ട്. അതായത് 240 ഡിഗ്രി ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പം 360 ഡിഗ്രിയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാം? 240 ഡിഗ്രി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 120 ഡിഗ്രി. ഇതാണ് ഏത് ആംഗിള്? ആംഗിൾ ബി ഒ സി. അതായത് ഈ ആംഗിളും 120 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആവുമ്പോ ട്രയാങ്കിൾ ബി ഒ സി കൺസിഡർ ചെയ്യാണ്. ബി ഒ സി കൺസിഡർ ചെയ്യുമ്പോൾ മറ്റുള്ളവ പോലെ തന്നെ ഇതും 120 ഡിഗ്രി ആണ്. 120 ഡിഗ്രി 180 ഡിഗ്രിയിൽ നിന്നും 120 ഡിഗ്രി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും 60 ഡിഗ്രി കിട്ടുന്നു. അങ്ങനെ ആവുമ്പോ ഇത് എത്ര കിട്ടും? ഈ ആംഗിളും 30 ഡിഗ്രി ഈച്ച് ആണല്ലോ. ഇപ്പൊ ഈ ഫിഗർ ഫുൾ ആംഗിൾസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ആംഗിൾസ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ട്രയാങ്കിൾ എ ബി സിയുടെ ഫുൾ ആംഗിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതുകൂടി ഒന്ന് എഴുതി നോക്കാം. ഇവിടെ നോക്കൂ, ഇനി നമുക്ക് ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും കാണാം അല്ലെ? ഇതെല്ലാം 30 ഡിഗ്രിയാന്ന് കണ്ടുവച്ചിട്ടുണ്ട്. ആംഗിൾ എ വരുമ്പോ നോക്കിയേ, ആംഗിൾ എ വരുമ്പോ എന്താ വരിക? ഒ എ ബിയും ഒ എ സിയും ആംഗിൾ ഒ എ ബി പ്ലസ് ആംഗിൾ ഒ എ സി ആണ്. ഒ എ ബിയും 30 ഡിഗ്രി ആണ്, ഒ എ സിയും 30 ഡിഗ്രി ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പൊ ആംഗിൾ എ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ആംഗിൾ ബിയോ അതിന് മാറ്റമൊന്നുമില്ല അല്ലെ? ആംഗിൾ ഒ ബി എയും ഒ ബി സിയും ആംഗിൾ ഒ ബി എ പ്ലസ് ആംഗിൾ ഒ ബി സി that is equal to 30 plus 30 that is equal to 60 degree. Similarly, angle C is also എന്താണ്? 60 degree ആണ്. സെയിം ഇതേ കാൽക്കുലേഷൻ തന്നെ. 30 plus 30 60 degree. ഓക്കെ, മനസ്സിലായില്ലേ? വളരെ എളുപ്പമാണ്. സെയിം ലോജിക് തന്നെയാണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. 3 ട്രയാങ്കിൾസിന്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. അതുവഴി തന്നെയാണ് നമ്മൾ 3 ആംഗിൾസും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു എക്സസൈസിലുള്ള പ്രോബ്ലംസ്. ഈ ഒരു എക്സസൈസിലെ പ്രോബ്ലംസ് എല്ലാം തന്നെ വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇനി നമുക്ക് ഒരു ചെറിയ ടോപ്പിക് കൂടി പറയാം. ബൈസെക്ടർ. എന്താണ് ബൈസെക്ടർ എന്ന് കൂടി പറയാം. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ബൈസെക്ടർ എന്നാണ്. എന്താണ് ബൈസെക്ടർ? ഇതിന്റെ വാക്ക് ഈ വേർഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ബൈ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? രണ്ട് എന്നാണ് അല്ലെ? ബൈ രണ്ടായിട്ട് മാറ്റുന്നു. അപ്പൊ ഇവിടെ ബൈസെക്ടർ 2 സെക്ഷനുകളാക്കി മാറ്റുന്നു എന്നാണ് മീനിങ് വരുന്നത്. അതായത് ഒരു ലൈൻ വരച്ചു ഞാൻ. ഓക്കെ, ഒരു 10 സെന്റിമീറ്ററിന്റെ ഒരു ലൈനാണ് ഞാൻ വരച്ചിട്ടുള്ളത്. കൺസിഡർ ചെയ്യാം, അസ്യൂം ചെയ്യാം. എ ബി എന്ന് ഞാൻ പേരും കൊടുത്തു.
എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ലൈനിനെ കറക്റ്റ് ആയിട്ട് അതിന്റെ മിഡിലൂടെ കട്ട് ചെയ്ത് പോവാണ്. മിഡിലൂടെ കട്ട് ചെയ്ത് പോകുമ്പോ സ്വാഭാവികമായിട്ടും 10 സെന്റിമീറ്റർ എന്നാവുമ്പോ എത്രയാവും വരിക, 5 അതായത് 2 ഈക്വൽ പീസസ് ആക്കി നമ്മൾ ഇതിനെ മാറ്റുവാണ്. 5 സെന്റിമീറ്റർ ആൻഡ് 5 സെന്റിമീറ്റർ. അതായത് ഈ ഒരു ലൈൻ കട്ട് ചെയ്യേണ്ടത് കറക്റ്റ് ഇതിന്റെ മിഡ് പോയിന്റിലായിരിക്കണം. ഇതിനെയാണ് നമ്മൾ ബൈസെക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ട്രയാങ്കിളിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് ബൈസെക്ട് ചെയ്യുക? ഇതൊരു ട്രയാങ്കിളിന്റെ കേസ് ആണെങ്കിൽ ഇതാണ് ട്രയാങ്കിൾ. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ എ ബി സി ഒരു വെർട്ടെക്സിൽ നിന്നും, ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്നും, ഞാനിപ്പോ ഇവിടെ വെർട്ടെക്സ് എ ആണ് കൺസിഡർ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുവാണെങ്കിൽ, എക്സാക്ട് പെർപെൻഡിക്കുലർ ആയിരിക്കണം, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുവാണെങ്കിൽ ആ പെർപെൻഡിക്കുലർ, ഫോർ എക്സാമ്പിൾ ഇതിപ്പോ നമ്മള് ഡി എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം അത് മീറ്റ് ചെയ്യേണ്ടത്? ബി ഡി ഈസ് ഈക്വൽ ടു ഡി സി എന്ന് പറയുന്ന രീതിയിൽ തന്നെയായിരിക്കണം അത് മീറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്, ഈ ഒരു വെർട്ടെക്സ് നമ്മൾ എ കൺസിഡർ ചെയ്യുന്നുവെങ്കിൽ ആ വെർട്ടെക്സ് എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെ ഈക്വൽ ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അതായത് ബി ഡിയും ഡി സിയും ഈക്വൽ ആയിരിക്കണം. ഇതിപ്പോ ഫോർ എക്സാമ്പിൾ ഇതൊരു 8 സെന്റിമീറ്റർ ആണ് ഈ ഒരു ലൈൻ എങ്കിൽ 4 ഈച്ച് ആയിരിക്കണം നമ്മൾ ബൈസെക്ട് ചെയ്യുന്നത്. അതാണ്. അതുപോലെ തന്നെ നമുക്കിതിപ്പോ ഒരു ലൈനിനെ ബൈസെക്ട് ചെയ്യുന്നതാണ് അല്ലെ. നമുക്ക് ഇതുപോലെ തന്നെ ആംഗിളിനെ ബൈസെക്ട് ചെയ്യാനുണ്ട്. കൺസ്ട്രക്ഷൻ വരുന്നുണ്ട് ഈ ഒരു പാർട്ടില്. നമുക്കൊരു ആംഗിളിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ നമ്മളൊരു ആംഗിളിനെ ബൈസെക്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇതൊരു 60 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഇതിനെ ബൈസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ 30 ഡിഗ്രി ഈച്ച് ആണ് വരേണ്ടത്. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ, ഇതാണ് ബൈസെക്ട് ചെയ്യുക, ബൈസെക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2 കൺസ്ട്രക്ഷൻസ് കൂടി നോക്കാം. എങ്ങനെയാണ് നമ്മളൊരു ലൈൻ സെഗ്മെന്റിനെ ബൈസെക്ട് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മളൊരു ആംഗിളിനെ ബൈസെക്ട് ചെയ്യുക, അതുകൂടി നോക്കാം. അതുകൂടി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ഇവിടെ ഞാൻ പേജ് നമ്പർ 29 ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയി കാണിച്ചു തരുന്നത്. പേജ് നമ്പർ 29 എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ ലൈൻ 6.5 സെന്റിമീറ്റേഴ്സ് ലോങ് ആൻഡ് ഡ്രോ ഇറ്റ്സ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. എങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അപ്പൊ തന്നെ വരച്ചു നോക്കുക. ക്ലാസ് കേൾക്കുമ്പോ തന്നെ നിങ്ങൾ വരച്ചു നോക്കുക. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു 6.5 സെന്റിമീറ്റർ ലോങ് ഉള്ള ഒരു ലൈൻ വരയ്ക്കാനാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഒരു 6.5 സെന്റിമീറ്റർ ഒക്കെ ഞാൻ ബോർഡിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുഞ്ഞിതായി മാറും. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നത്. ഇതൊരു 6.5 സെന്റിമീറ്റർ ലോങ് ഉള്ള ഒരു ലൈൻ ആണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് 6.5 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കാം. അതിനുശേഷം നമ്മുടെ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് അതിൽ പെൻസിൽ ഫിക്സ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഒരേപോലെ തന്നെ രണ്ടിന്റെയും എൻഡ് കൊടുത്തിട്ട്, അറിയാലോ എല്ലാവർക്കും എങ്ങനെയാണ് കോമ്പസ് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ കോമ്പസിന്റെ പിൻ പോയിന്റ് ഇതിൽ വെക്കാം. എ എന്ന് പറയുന്ന പോയിന്റിൽ വെക്കുക. എ ബി എന്നാണെന്ന് നെയിമിങ് ചെയ്യാം. എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ കോമ്പസിന്റെ ലൈൻ കൊടുക്കുക. കോമ്പസിന്റെ പിൻ പോയിന്റ് കൊടുക്കുക. എന്നശേഷം 6.5 ആവുമ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു 3.25 ആണ് എന്റെ സെന്റർ അല്ലേ. കറക്റ്റ് സെന്റർ 6.5 3.25 ആ. അപ്പൊ ഏകദേശം ഒരു 4 ആയിട്ട് എടുക്കുക. കാരണം കറക്റ്റ് ഹാഫ് ആവരുത്, എപ്പോഴും മോർ ദാൻ ഹാഫ്. ഇതിപ്പോ നമുക്ക് ഏകദേശം ഒരു പോയിന്റ് കണക്കാക്കണമെങ്കിൽ ഇതാണ് ഇതിന്റെ സെന്റർ എങ്കിൽ നമ്മൾ ഇവിടെ കോമ്പസിന്റെ പിൻ പോയിന്റ് വെക്കുക. എന്നിട്ട് നമ്മുടെ പെൻസിൽ വെച്ചിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഹാഫിനേക്കാൾ, ഇത്രയാണ് ഹാഫ് വരുന്നത്, ഹാഫിനേക്കാളും കുറച്ചധികം എടുക്കുക. ഓക്കെ, ഹാഫിനേക്കാളും കുറച്ചധികം എടുത്തിട്ട് എന്ത് ചെയ്യുക? ഈ പോയിന്റ് ചേഞ്ച് ചെയ്യരുത്. ഇതേ പോയിന്റിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ആർക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. സെയിം അതേ പോയിന്റിൽ വെച്ച് തന്നെ മറ്റൊരാൾക്ക് താഴെയും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ കോമ്പസിന്റെ പിന്ന് വെച്ചിട്ട് ഹാഫിനേക്കാളും കൂടുതല് നമ്മൾ എന്ത് ചെയ്യാം? ലെങ്ത് എടുക്കുക. എന്തില്? കോമ്പസില്. എന്നിട്ട്
നേരെ അവിടെ തന്നെ പോയിന്റ് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് കൊണ്ടുപോയി ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ താഴെയും ഒരു ആർക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റ് അതർ എൻഡ് ബി എന്ന് പറയുന്ന പോയിന്റ് സെയിം ലെങ്ത്, നമ്മൾ കോമ്പസിൽ ഏത് ലെങ്ത് ആണ് എടുത്തത് അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. സെയിം ലെങ്ത്തിൽ തന്നെ ഇവിടെ ബിയിൽ നമ്മൾ എന്ത് ചെയ്യാ, കോമ്പസിന് പിൻ പോയിന്റ് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, ഇതിലൊരു ആർക്ക് വീണ്ടും കട്ട് ചെയ്യുക. ഇത് ആർക്ക് കട്ട് ചെയ്യുക. സെയിം പോയിന്റിൽ തന്നെ വെച്ചുകൊണ്ട് അവിടെ മാറ്റാതെ തന്നെ അടുത്തത് ഇതിലും ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് 2 പോയിന്റ്സ് ആണ് കിട്ടുക അല്ലെ. ഈ 2 പോയിന്റ്സിനെയും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ 2 പോയിന്റ്സിന്റെയും സെന്ററിലായിരിക്കണം ജോയിൻ ചെയ്ത് കട്ട് ചെയ്യുന്ന പോർഷനിൽ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബൈസെക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പൊ നമുക്ക് 6.5 സെന്റിമീറ്റർ എടുത്താൽ നമ്മൾ 3.25നേക്കാളും കുറച്ചുകൂടി കൂടുതൽ വെച്ചിട്ട് കോമ്പസ് പിടിക്കുക. അതിനുശേഷം ഈ ഒരു എൻഡിൽ നിന്നും ഇങ്ങനെയും കട്ട് ചെയ്യുക. ഈ ഒരു എൻഡിൽ നിന്ന് തന്നെ സെയിം എൻഡിൽ തന്നെ വെച്ചിട്ട് ഈ സൈഡിലോട്ടും കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ കോമ്പസ് പോയിന്റ് വെച്ചിട്ട് സെയിം ലെങ്ത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. സെയിം ലെങ്ത് തന്നെ ദേ ഇങ്ങോട്ടും കട്ട് ചെയ്യുക, ഇങ്ങോട്ടും കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് 2 പോയിന്റ്സ് കിട്ടും. 2 ആർക്കുകളും മേലെയും താഴെയും 2 ആർക്കുകളും കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടും. മേലെയും കിട്ടും ഒരെണ്ണം, താഴെയും കിട്ടും. ഈ 2 പോയിന്റ്സ്, ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് പി ആൻഡ് ദിസ് ഇസ് ക്യൂ. പിയും ക്യൂവും കൂടി നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മൾ മെഷർ ചെയ്ത് നോക്കുക. നമ്മൾ സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് നോക്കിയാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കട്ട് ചെയ്യുന്നത് കറക്റ്റ് 3.25 ഈച്ച് ആയിട്ടായിരിക്കും. 3.25 ആൻഡ് 3.25. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയില്ലേ? ഇനി ഇതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ആംഗിളിന്റെ കേസിൽ ചെയ്യുക എന്നുള്ളത് കൂടി പറഞ്ഞുതരാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ആംഗിളിന്റെ ബൈസെക്ട് ചെയ്യാന്ന് നോക്കാം. ആംഗിളിന്റെ ബൈസെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇതിലുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3, ക്വസ്റ്റ്യൻ നമ്പർ 2 ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഡ്രോ ആൻ ആംഗിൾ ഓഫ് 75 ഡിഗ്രി ആൻഡ് ഡ്രോ ഇറ്റ്സ് ബൈസെക്ടർ. ഇവിടെ നമുക്ക് ആംഗിളിനെയാണ് ബൈസെക്ട് ചെയ്യാനുള്ളത്. ഒരു ആംഗിൾ നമ്മളോട് 75 ഡിഗ്രിയിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് 75 ഡിഗ്രി റഫ് സ്കെച്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് 75 ഡിഗ്രി അല്ലെ. 75 ഡിഗ്രി ആവുമ്പോൾ നമുക്കറിയാം 37.5 ആണ് വരിക അല്ലെ. 37.5ലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബൈസെക്ട് ചെയ്യേണ്ടത്. 2 ആംഗിളിലെയും 37.5 വരണം. നമുക്ക് എങ്ങനെ ചെയ്യാം നോക്ക. ഇവിടെ ഞാനിപ്പോ ഒരു ആംഗിൾ വരച്ചിട്ടുണ്ട് 75 ഡിഗ്രി. ഇനി വീണ്ടും നമ്മൾ കോമ്പസ് എടുക്കുക. ഇത് വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് വരയ്ക്കാം, പ്രൊട്ടക്ടർ വെച്ചിട്ട് വരച്ചു കൊടുക്കുക. എന്ത്, നമ്മുടെ ലൈൻ ആദ്യം ഒരു ബേസ് ലൈൻ വരയ്ക്കാം. എന്താ ബേസ് ലൈനിൽ വെച്ചിട്ട് അറിയാവുന്നുണ്ടാവും എല്ലാവർക്കും. ബേസ് ലൈനിൽ വെച്ചിട്ട് 75 ആംഗിൾ വരുന്ന രീതിയിലേക്ക് പോയിന്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതങ്ങ് വരച്ചു കൊടുക്കുക. അപ്പൊ 75 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു, പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് വരച്ചു കഴിഞ്ഞു. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് കോമ്പസില് നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്, അധികം വലിയ ലെങ്ത് എടുക്കരുത്, ഇഷ്ടമുള്ള ലെങ്ത് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കോമ്പസ് ഒരു പോയിന്റ് ഈ ഒരു പോയിന്റിൽ ദിസ് പോയിന്റ് O എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റില് കോമ്പസ് പോയിന്റ് ചെയ്യാം. കോമ്പസ് പോയതിനു ശേഷം കുറച്ച് മുകളിലാക്കിയിട്ട് ഒരെണ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് മുകളിലായിട്ട്, അതായത് ഈ ഒരു ആംഗിൾ കുറച്ച് ദൂരമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഇവിടെ ഒരു ആംഗിൾ കട്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത് എടുക്കാം കേട്ടോ. O എന്ന് പറയുന്ന ഈ ഒരു പോയിന്റില് കോമ്പസിന് പിൻ പോയിന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ലൈനിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ സെയിം ലെങ്ത്തിൽ തന്നെ ഇതിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ലൈനിലും കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ട്, നമുക്ക് കട്ടിംഗ് ലൈൻ കിട്ടാം, കട്ടിംഗ് പോയിന്റ് കാണാൻ. അപ്പം രണ്ടും ഇവിടുന്ന് നമുക്കറിയാം. അപ്പം ഇതൊരു പിയും ഇതൊരു ക്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ OP ഈസ് ഈക്വൽ ടു OQ ആവണം. കാരണം എന്താ, രണ്ടിലേക്കും കട്ട് ചെയ്യുന്നത് സെയിം ലെങ്ത് വെച്ചിട്ടായിരിക്കണം. മാറിപ്പോവരുത്, മാറിപ്പോയി കഴിഞ്ഞാൽ ബൈസെക്ട് ചെയ്ത് കിട്ടില്ല. ഓക്കെ, OP ഈസ് ഈക്വൽ ടു OQ ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാ, പോയിന്റ് ചെയ്തിട്ട് കോമ്പസിൽ ഒരു ലെങ്ത് എടുത്തിട്ട് 2 പോയിന്റും ഈ ആംഗിളും തന്നെ ആംഗിളിന്റെ 2 സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാ, കോമ്പസ് ഈ P എന്ന് പറയുന്ന പോയിന്റിലും അതുപോലെ തന്നെ Q എന്ന് പറയുന്ന പോയിന്റിലും വെച്ചിട്ട് ഇവിടെയും ഇവിടെയും ഒരേ ആംഗിൾ കട്ട് ചെയ്ത് കൊടുക്കും. അതായത് P എന്ന് പറയുന്ന ഇതിൽ വെച്ചിട്ട് ഒന്നെങ്കിൽ ഈ ഒരു ലെങ്ത് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള ലെങ്ത്, വളരെ ചെറിയ ലെങ്ത് ആയി പോകരുത്. അപ്പൊ നമുക്ക് തമ്മിൽ കട്ട് ചെയ്തു എന്ന് വരില്ല. കാരണം ഇവിടെ വെച്ചിട്ട്
ചെറിയൊരു എത്ര ലെങ്ത് വെച്ചിട്ട് ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഇവിടെയും കട്ട് ചെയ്യും, ഒന്ന് ഇവിടെയും കട്ട് ചെയ്യും. അപ്പൊ തമ്മിൽ എന്ത് ചെയ്യില്ല, കട്ട് ചെയ്ത് പോവില്ല. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, ഒന്നുകിൽ ഈ ഒരു ലെങ്ത് തന്നെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ തന്നെ ചെയ്യാണ് നല്ലത്. ഇനിയിപ്പോ അത് മാറ്റിയിട്ട് ഒരു പ്രോബ്ലം വേണ്ട, സെയിം ലെങ്ത് വെച്ചിട്ടാണ്. കാരണം ഈ ഒരു ലെങ്ത് തന്നെ ഏകദേശം കുറച്ച് കൂടുതൽ ലെങ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത് വളരെ കുറവാണ് നമ്മൾ എടുത്തതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി കൂട്ടി കൊടുക്കാം. അതിനുശേഷം പി എന്ന് പറയുന്ന എക്സാക്ട് പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഒരു ആർക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ സെയിം ലെങ്ത്തിൽ തന്നെ ചേഞ്ച് ചെയ്യരുത്, ലെങ്ത് ചേഞ്ച് ചെയ്യരുത്, സെയിം ലെങ്ത്തിൽ തന്നെ ക്യൂയിലും വെച്ചിട്ട് ആംഗിൾ ആർക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, രണ്ടിലും ആംഗിൾ ആർക്ക് കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിങ്ങടെ സെന്ററിലോട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആയിട്ടുള്ള കട്ടിങ്ങിൽ വേണം ജോയിൻ ചെയ്യാൻ. ഇത് അത്രത്തോളം ആയി എന്ന് വരില്ല. നിങ്ങൾ എപ്പോഴും സ്കെയിലും പ്രൊട്ടക്ടറും ഒക്കെ യൂസ് ചെയ്ത് കറക്റ്റ് മെഷർമെന്റിൽ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് ഞാൻ ആംഗിൾ ബൈസെക്ട് ചെയ്യാൻ പറഞ്ഞത്? ആദ്യം നമ്മൾ കറക്റ്റ് ആംഗിൾ വരയ്ക്കുന്നു. കറക്റ്റ് ആംഗിൾ വരച്ചതിന് ശേഷം ഈ ഒരു വെർട്ടെക്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഒരു ലെങ്തില് രണ്ട് സൈഡിലും ഓരോ പോയിന്റിൽ കട്ട് ചെയ്ത് കൊടുക്കും. രണ്ട് ലൈനിലെയും ഒരു ആംഗിളിന്റെ രണ്ട് ലൈൻസിന്റെയും ഓരോ കറക്റ്റ് പോയിന്റിൽ കട്ട് ചെയ്ത് കൊടുക്കും, സെയിം ലെങ്ത്തിൽ കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒ പി ഈസ് ഈക്വൽ ടു ഒ ക്യു ആയിരിക്കണം. കാരണം ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് സെയിം ആയിരിക്കണം. അതിനുശേഷം സെയിം ലെങ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതലോ, തീരെ കുറഞ്ഞു പോവരുത്. പോയിന്റ് ഓർത്ത് വെക്കാം, കുറഞ്ഞു പോവരുത്. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് തമ്മിൽ കോയിൻസൈഡ് ചെയ്യില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇതേ ലെങ്ത്തിലോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതലുള്ള ലെങ്തോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കട്ട് ചെയ്ത് രണ്ട് പോയിന്റിൽ വെച്ചിട്ട് ഈ പോയിന്റിൽ വെച്ചിട്ട് ഇവിടെ ഒരു മാർക്കും ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് അടുത്ത ആർക്കും കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ചെയ്തതിന് ശേഷം പ്രൊട്രാക്ടർ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കറിയാം ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളതും 37.5 ആയിരിക്കും. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളതും 37.5 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഇതിപ്പോ 75 എന്നല്ല 60 ആണെങ്കിലും ഏത് ആംഗിൾ എടുത്താലും നമുക്ക് ബൈസെക്ട് ചെയ്യുന്നത് സെയിം രീതിയിൽ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്ത് കാര്യങ്ങളും ചോദിച്ചാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ഇതിലെ ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.